ആകാശവാണി വാർത്താ വീക്ഷണം. നൈസാർ ഉപഗ്രഹം ആകാശ ഗവേഷണത്തിലെ തിളക്കമാർന്ന ഇന്ത്യൻ നാഴികക്കല്ല്. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം പാർവതി വിജയൻ. ഭൗമനിരീക്ഷണ രംഗത്ത് പുതുചരിത്രം രചിച്ച് അത്യാധുനിക ഉപഗ്രഹം നൈസാർ ഭ്രമണപഥത്തിലെത്തി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഇസ്രോയും അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നൈസാർ എന്ന നാസ ഇസ്രോ സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ ബുധനാഴ്ച വൈകിട്ട് 5:40 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ GSLV F-16 റോക്കറ്റിലാണ് 2392 കിലോഗ്രാം ഭാരമുള്ള നൈസാർ ഉപഗ്രഹം കുതിച്ചുയർന്നത്. വിക്ഷേപണത്തിന് ഏകദേശം 19 മിനിറ്റുകൾ കൊണ്ട് ഭൗമോപരിതലത്തിൽ നിന്ന് 743 കിലോമീറ്റർ അകലെയുള്ള നിർദ്ദിഷ്ട ഭ്രമണപഥമായ സൺ സിൻക്രണസ് പോളാർ ഓർബിറ്റിൽ നൈസാർ എത്തിച്ചേർന്നു. തുടർന്ന് നൈസാറിന്റെ സൗരോർജ്ജ പാനലുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതായി ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു. അടുത്ത 20 ദിവസത്തിനുള്ളിൽ നൈസാർ ഉപഗ്രഹത്തിലെ റഡാറുകൾ വിടരുമെന്നും 90 ദിവസത്തിനകം ഉപഗ്രഹം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഭൗമോപരിതലത്തിലെ സൂക്ഷ്മ മാറ്റങ്ങൾ പകർത്താൻ കഴിയുന്ന ഇരട്ട റഡാറുകൾ ഉൾക്കൊള്ളുന്ന നൈസാർ ദൌത്യം ശാസ്ത്ര ലോകത്തിനും ഇന്ത്യക്കും സമ്മാനിക്കുന്നത് അഭിമാനകരമായ നേട്ടങ്ങളാണ്. ഇതാദ്യമായാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ കാഴ്ചകൾ സൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന ഇരട്ട റഡാറുകൾ ഉൾപ്പെടുന്ന ഉപഗ്രഹം ബഹിരാകാശത്ത് വിക്ഷേപിക്കുന്നത്. നാസ വികസിപ്പിച്ച L ബ്രാൻഡ് സിന്തറ്റിക് അപ്പാർച്ചർ റഡാറും ഇസ്രോ വികസിപ്പിച്ച S ബ്രാൻഡ് SSR റഡാറുമാണ് ഉപഗ്രഹത്തിലുള്ളത്. ഭൂമിയുടെ ഏത് കോണിലെ ദൃശ്യങ്ങളും പകർത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ഇരട്ട റഡാറുകളാണ് പേടകത്തിലുള്ളത്. ഇരട്ട റഡാറുകൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവ് സിഗ്നലുകൾ അയക്കുകയും പേടകത്തിലെ 12 മീറ്റർ വിസ്താരമുള്ള റഡാർ ആന്റിന റിഫ്ലക്ടറിൽ അവയുടെ പ്രതിഫലനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്തപ്പെടുന്നത്. ഇതിൽ നാസയുടെ റഡാർ ഉപയോഗിച്ച് ഭൗമോപരിതലത്തിലെ വലിയ ചിത്രങ്ങളും ഇസ്രോ റഡാർ ഉപയോഗിച്ച് സൂക്ഷ്മ ദൃശ്യങ്ങളും പകർത്താനാകും. ഭ്രമണം ചെയ്യുന്നതിനിടെ ഓരോ 12 ദിവസത്തിനിടയിൽ പേടകം ഭൂമിയെ മൊത്തമായി സ്കാൻ ചെയ്യും. ഒരേ സമയം 242 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂഭാഗം റഡാറുകൾ ഉപയോഗിച്ച് പകർത്തി സൂക്ഷിക്കാൻ നൈസാറിന് കഴിയും. ഏത് കാലാവസ്ഥയിലും സമയത്തും സൂക്ഷ്മമായ ഭൗമ നിരീക്ഷണം സാധ്യമാക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് നൈസാർ. പ്രകൃതിക്ഷോഭങ്ങളുടെ ലക്ഷണങ്ങൾ പകർത്താനും കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാനും അതുവഴി ഗവേഷണ മേഖലയ്ക്ക് കരുത്തുപകരുന്ന പുതിയ അറിവുകൾ നൽകാനും നൈസാറിലെ ഇരട്ട റഡാറുകൾ പകർത്തുന്ന ചിത്രങ്ങളുടെ പരിശോധന വഴി സാധിക്കും. കാട്ടുതീ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, ഹിമപാതം, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ തിരിച്ചറിയാനും മുന്നറിയിപ്പ് നൽകാനും ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താനും ഇതുവഴി സാധിക്കും. നൈസാർ പകരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മികച്ച ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ഭൂകമ്പം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ഭൂകമ്പ സാധ്യതാ മേഖലകളെ കണ്ടെത്താൻ നൈസാറിലെ ഇരട്ട റഡാറുകൾക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നിലവിൽ ബഹിരാകാശത്തുള്ള ഭൗമ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളോടൊപ്പം നൈസാർ നൽകുന്ന കണ്ടെത്തലുകളും ചേരുമ്പോൾ ദുരന്ത നിവാരണം, മുൻകരുതൽ, ബദൽ മാർഗങ്ങൾ എന്നിവ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾക്ക് നൈസാർ നിർണായക വഴിത്തിരിവാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. മഴ, നീരൊഴുക്ക്, മഞ്ഞിന്റെ ഘടന, മേഘങ്ങളുടെ സ്വഭാവം, മണ്ണിന്റെ മാറ്റം, ജലക്ഷാമം തുടങ്ങിയ പ്രതിഭാസങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് ശാസ്ത്ര കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണപരമാകും. കരയും കടലും നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്നത് പ്രതിരോധ ബദൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നായി മാറും. ചുരുക്കത്തിൽ ശാസ്ത്ര ഗവേഷണത്തിന് സീമകളില്ലാത്ത സഹായഹസ്തമാണ് നൈസാർ നീട്ടുന്നത്. 3 വർഷം നീളുന്ന ദൌത്യത്തിനിടെ 2 റഡാറുകളും ചേർന്ന് ഏകദേശം 80 ടെറാബൈറ്റ് ഡേറ്റ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. 5 വർഷം വരെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം നൈസാർ ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം ബംഗളൂരു ഇസ്രോയിലെ ഇസ്ട്രാക് നാസ JPL ഓപ്പറേഷൻ സെന്ററാണ്. പേടകത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും GCLV ഉപയോഗിച്ചുള്ള വിക്ഷേപണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഇസ്രോയാണ് നിർവഹിച്ചത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നൈസാർ. ഏകദേശം $150 കോടി ദൌത്യത്തിന്റെ ചിലവ്. നൈസാർ ശേഖരിക്കുന്ന വിവരങ്ങൾക്ക് പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ലഭ്യമാക്കുമെന്നാണ് ഇസ്രോയും നാസയും അറിയിച്ചിട്ടുള്ളത്. 10 വർഷത്തിലധികമായുള്ള ഇസ്രോ നാസ ഗവേഷണത്തിന്റെ ഫലമാണ് നൈസാർ ഉപഗ്രഹം. 2007 ആലോചന തുടങ്ങുകയും 2013-14 കാലത്ത് ഇരു ഏജൻസികളും കരാറിലേർപ്പെടുകയും ചെയ്ത നൈസാർ ദൌത്യം ഇൻഡോ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. നൈസാറിന്റെ വിജയകരമായ വിക്ഷേപണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഭൗമശാസ്ത്ര മേഖലയിൽ സ്വന്തം നിലയിൽ കൈവരിച്ച നേട്ടത്തിനൊപ്പം
അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ ഏജൻസികളുമായുള്ള സഹകരണത്തിലൂടെ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ ഗവേഷണ ഏജൻസികളുമായി സഹകരിച്ചുള്ള ഇന്ത്യയുടെ മറ്റൊരു പദ്ധതിയായിരുന്നു ഈയിടെ വിജയകരമായി പൂർത്തിയാക്കിയ ആക്സിയം 4 ദൌത്യം. ബഹിരാകാശവാസം ഇസ്രോയ്ക്ക് മറ്റൊരു വഴിത്തിരിവായി മാറി. ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിത ദൌത്യങ്ങളുടെ പേരിൽ അഭിമാനിക്കുമ്പോഴും ബഹിരാകാശത്ത് സ്ഥിരമായി മനുഷ്യ സാന്നിധ്യം സാധ്യമാക്കുന്നതിൽ ഇന്ത്യക്ക് മുന്നേറാനായിരുന്നില്ല. ഈയൊരു കുറവ് പരിഹരിക്കുന്നു എന്ന അപൂർവ നേട്ടം ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. അതേസമയം ഗഗൻയാൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തുടങ്ങിയ വൻ പദ്ധതികളുമായി മുന്നേറുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിക്ക് ആക്സിയം 4 ദൌത്യം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ ആകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാന്നിധ്യവും മികവും നേട്ടവും ശ്രദ്ധേയമാണ്. 3 ചാന്ദ്ര പര്യവേഷണ ദൌത്യങ്ങൾ, മംഗൾയാൻ, ആസ്ട്രോസാറ്റ്, ആദിത്യ L1, എക്സ്പോസാറ്റ്, സ്പേസ് എക്സ് തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ലോകത്തെ മികച്ച 4 രാജ്യങ്ങളിലൊന്നായി മാറി. ഗഗൻയാൻ ദൌത്യവും ബഹിരാകാശ നിലയവും ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ചുവടുവയ്പുകളാണ്. ഇതിനു മുന്നോടിയായി ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും സുരക്ഷിതമായി വേർപെടുത്താനും കഴിയുന്ന ഡോക്കിംഗ്, അൺഡോക്കിംഗ് സംവിധാനങ്ങൾ വിജയകരമായി പരീക്ഷിക്കാനും ഇസ്രോയ്ക്ക് കഴിഞ്ഞു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ബഹിരാകാശത്ത് ഇന്ത്യ നിർണായകമായ 2 നേട്ടങ്ങൾ കൂടി സ്വന്തമാക്കിയിരുന്നു. ആദ്യമായി വിവിധോദ്ദേശ യാത്രാ കൈയുടെ പരീക്ഷണവും ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ചതും ഇസ്രോയുടെ തിളങ്ങുന്ന നേട്ടങ്ങളാണ്. ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ റോബോട്ടാണ് വിജയകരമായി പരീക്ഷിച്ച റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ. വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് 4 ദിവസം കൊണ്ടാണ് 8 പയർവിത്തുകൾ മുളപ്പിച്ചത്. പോയം 4ലെ 24 പരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്നായ കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ഉപയോഗിച്ചാണ് പയർവിത്ത് മുളപ്പിച്ചത്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രമാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ബഹിരാകാശത്ത് വെച്ച് വിജയകരമായി ശാസ്ത്ര പര്യവേഷണങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനും ഇസ്രോയ്ക്ക് കഴിഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്വന്തം നിലയിൽ മനുഷ്യനെ ശൂന്യാകാശത്ത് എത്തിക്കാനുള്ള ഗവേഷണത്തിലാണ് ഇസ്രോ. 1.5 പതിറ്റാണ്ട് മുൻപ് തുടക്കമിട്ട ഗഗൻയാൻ പദ്ധതിയുടെ അന്തിമഘട്ടത്തിലാണ് ഇസ്രോ ഇപ്പോഴുള്ളത്. ആളില്ലാ പേടകങ്ങൾ സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിക്കുകയും തിരികെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നിരന്തര ഗവേഷണങ്ങൾ ഇസ്രോയിൽ പുരോഗമിക്കുകയാണ്. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഈ വർഷം അവസാനത്തോടെ ആളില്ലാ പേടകം ബഹിരാകാശത്തേക്ക് അയക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിൽ ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായി ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിലെ സാന്നിധ്യം ഇന്ത്യയുടെ ഭാവി ഗവേഷണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും. സ്വന്തമായി ബഹിരാകാശ നിലയം സ്വപ്നം കാണുന്ന ഇന്ത്യക്ക് 14 ദിവസത്തോളം ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് ഗവേഷണം നടത്തിയ ശുഭാംശു ശുക്ലയുടെ അനുഭവ സമ്പത്ത് മുതൽക്കൂട്ടാകും. നൈസാറിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് പിന്നാലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഈ വർഷം 9 വിക്ഷേപണങ്ങൾ കൂടി നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ് ഇസ്രോ എന്ന് ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായുള്ള ആളില്ലാ പേടകം അമേരിക്കയിലെ വാർത്താവിനിമയ സ്ഥാപനമായ AST സ്പേസ് മൊബൈലിന്റെ ബ്ലോക്ക് 2 ബ്ലൂബേർഡ് ഉപഗ്രഹം, വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച PSLV റോക്കറ്റ് തുടങ്ങിയവ ഈ വർഷം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുമെന്നാണ് ഇസ്രോ പറയുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യം നേടിയ മുന്നേറ്റവും സ്ഥിരതയും ആവർത്തിച്ച് അടയാളപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഇസ്രോയിൽ നിന്നുണ്ടാവുന്നത്. അതിന്റെ ഒടുവിലത്തെ തിളക്കമാർന്ന നേട്ടമാണ് നൈസാർ വിക്ഷേപണം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തെ ഭരണകർത്താക്കൾ പതിപ്പിച്ച അതീവ ശ്രദ്ധയും പിന്തുണയും ഒപ്പം അക്ഷീണം പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമാണ് ഇസ്രോയുടെ നേട്ടങ്ങളുടെ പിന്നിൽ. ഒന്നുമില്ലാതിരുന്ന ഒരിടത്തു നിന്ന് ലോകോത്തരമായ സാങ്കേതിക വിദ്യയും പര്യവേഷണവും സാധ്യമാക്കിയത് അർപ്പണബോധത്തോടെ തങ്ങളുടെ ഗവേഷണങ്ങളിൽ മുഴുകിയ ശാസ്ത്രജ്ഞന്മാരാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവർ രാജ്യത്തിന്റെ ബഹിരാകാശ കരുത്തിനെ പ്രശംസിക്കുകയും ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. നൈസാർ ഉപഗ്രഹം ആകാശ ഗവേഷണത്തിലെ തിളക്കമാർന്ന ഇന്ത്യൻ നാഴികക്കല്ല്.